ഞാൻ അഭിനയിച്ചിട്ടില്ലാത്തൊരു സിനിമ കാണാൻ പോയിട്ട് അതിൻ്റെ ചീത്തവിളി മുഴുവൻ കേട്ടിട്ടുള്ള ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല കേട്ടോ. അത് ആ സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. അത് വേറെ ഒന്നുമില്ല. നീ പുറത്ത് നിൽക്കണ്ട, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കും, നീ വേഗം ഒതുങ്ങി ഒരു ഭാഗത്തേക്ക് നിൽക്ക് എന്ന് പറഞ്ഞ് അഭിനയിച്ച സിനിമകൾ നോക്കുകയാണെങ്കിൽ കൂടുതലും എന്റർടൈൻമെന്റ് ബേസിൽ വരുന്ന സിനിമകളാണ്. പക്ഷെ അത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകൾ അതിൽ നിന്ന് നേരെ വിപരീതമായിട്ട് കുറച്ചുകൂടെ ഒരു വേറൊരു ടൈപ്പ് വന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആ ഡയറക്ടറുടെ സിനിമകളും ഒരു സർട്ടൻ ലെവൽ ഓഫ് എന്റർടൈൻമെന്റ് തന്നെയാണ് പ്രിയമത. കുറച്ചുകൂടെ പൊളിറ്റിക്സ് ഒക്കെ ചർച്ച ചെയ്യുന്ന ടൈപ്പ്. അതായിക്കോട്ടെ. ഇപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് കേൾക്കുന്നതും അറിയുന്നതുമായ ഒരുപാട് കാര്യങ്ങളില്ലേ. അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് പൊളിറ്റിക്സും. അതിനകത്തുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പൊളിറ്റിക്സ് ഉള്ളതുപോലെ തന്നെയാണ് നിന്റെ ജീവിതത്തിലും നിനക്കും പൊളിറ്റിക്സ് ഉണ്ട് അല്ലേ. പ്രിയമതയ്ക്കും പ്രിയമതയുടേതായ ചിന്തകളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ടാവും. ഞാൻ ചിന്തിക്കുന്നത് പോലെയാണ് നിങ്ങളും ചിന്തിക്കുന്നത് എങ്കിൽ വരുമ്പോഴാണ് നമ്മളിലൊരു ഹാർമണി ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നൊരു വർക്ക് ഓഫ് ആർട്ടിനെ നിങ്ങളും സ്വീകരിക്കുന്നുള്ളൂ. ഇതേപോലെ തന്നെയാണ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. എനിക്ക് പരിപൂർണമായിട്ട് ഇഷ്ടമാണെന്ന് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാം, എനിക്ക് ആക്ഷൻ മൂവീസ് എനിക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ളതാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലം പോയി കണ്ടിട്ടുള്ളത് ഈ ആക്ഷൻ മൂവീസാണ്. കാരണം തമിഴ് സിനിമകൾ കണ്ടുമാണ് ഞാൻ വളരുന്നത്. അത് ജയശങ്കറിൻ്റെ എംജിആറിൻ്റെയൊക്കെ സിനിമകൾ കണ്ട് ഫൈറ്റ് കണ്ട് നമ്മളിങ്ങനെ തൊട്ടടുത്തിരിക്കുന്നവനെ നമ്മളറിയാതെ ഇടിക്കുന്ന തരത്തിലേക്ക് വന്ന ഒരു കാലമുണ്ട് എനിക്ക്. അതിൻ്റെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ സിനിമകൾ. ഞാൻ ഇപ്പോഴും പോയി കാണും. കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അത് വിജയുടെ സിനിമകളൊക്കെ ഫസ്റ്റ് ഡേ തന്നെ കണ്ട് നമ്മൾ പിന്നെ കൈയടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടെന്നുള്ളത് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു പടം പോലും എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ കാണുന്ന ഒരാളാണ്. അപ്പം ചിലപ്പോൾ ഒരു ദിവസം 2 സിനിമയും ഇപ്പോൾ കണ്ടുപോകുന്ന 3 സിനിമ റിലീസ് 3 കണ്ടിട്ട് അവസാനിപ്പിക്കുന്ന സ്ഥലങ്ങൾ അത് ചെയ്ത്, അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളായിട്ട് 3 കണ്ടിരിക്കുന്നുള്ളൂ. ഒരു പടവും നമ്മൾ കാണാതെ പോകുന്നില്ല. അപ്പോൾ അത്തരം രീതിയിലുള്ള സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. ആ സിനിമകളൊക്കെ തന്നെ ചേർത്തിട്ട് തന്നെയാണ് ഞാൻ ഈ സിനിമകൾ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ഈ സിനിമ ഇപ്പോൾ ഞാൻ തലപ്പാവ് ചെയ്താലും കോഴിക്കോട് ചെയ്താലും കുപ്രസിദ്ധ പേര് ചെയ്താലും ഇതിനകത്തൊക്കെ ഈ പറയുന്ന എന്റർടൈൻമെന്റിന്റെ എലമെന്റ് കൂടെ ഉണ്ട്. അതെങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം വരുമ്പോഴും അയ്യോ ഇത് കുറച്ചുകൂടി ഇതാണല്ലോ, കുറച്ചുകൂടി ലെവല് എന്ന്. ആ ലെവല് നിങ്ങളും ആ ലെവലിലേക്ക് എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ഇത് ലെവലിൽ കൂടിയതാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നില്ല. അപ്പം നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ആ സിനിമ, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്. അവിടെയാണ് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ. അപ്പം ഞാൻ ചെയ്യുന്ന അപ്പം എനിക്ക് എൻ്റെതായ ഒരു വഴി ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തലപ്പാവ് ചെയ്ത സമയത്തും ഇത് തന്നെയായിരുന്നു. കാരണം അതുവരെ ഈ അടിപ്പടങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരാൾ അതുകൂടെ ഉണ്ട്. ആക്ഷൻ പടങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നിരന്തരമായ സകല വൃത്തികേടുന്നു, റേപ്പും അടിയും ബഹളങ്ങളും ഡ്രഗ് അഡിക്റ്റും ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു സിനിമ ചെയ്യുന്നു, തലപ്പാവ് പോലത്തെ സിനിമ. ആ തലപ്പാവ് സിനിമ ചെയ്തപ്പോൾ അതായത് ഇങ്ങനെ വേറൊരു പാറ്റേൺ. കാരണം അന്ന് വരെ നോൺ ലീനിയർ സിനിമ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സിനിമ ആ ജനറേഷൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയ പാറ്റേണിലൊരു സിനിമ വരുന്നു. അത് ആളുകൾ കാണുന്നു. ഈ ആക്ടേഴ്സിന് പോപ്പുലർ ആക്ടേഴ്സാണ്. എല്ലാ സിനിമയിൽ അഭിനയിച്ചത് ഒരാൾ പോലും പുതിയൊരാളല്ല. ലാലും പിന്നെ പൃഥ്വിരാജും മണിയമ്പിളി രാജുവും രോഹിണിയും ഒക്കെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. പോപ്പുലർ ആക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ ആൾക്കാരെ ഞാൻ ആക്ടേഴ്സ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അവർ സഞ്ചരിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമ ജനം കാണണം എന്നുള്ളതിന് അത് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുണ്ടായ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്തു വന്ന സിനിമകളിൽ അഭിനയിച്ചു വന്നിരുന്ന ഒരാളല്ല ഈ പടം ചെയ്തത്. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ എന്നെ അസസ് ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന എല്ലാ തട്ടുപൊളിപ്പും സിനിമകൾ കാണുന്നതിനൊപ്പം തന്നെ അതല്ലാത്ത സിനിമകളും കണ്ട് ശീലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് ഒരർത്ഥത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയും നിങ്ങളുടെ ഞാൻ എന്നിട്ട് ഒരിക്കൽ പറയും എൻ്റെ ലെവല് ഞാൻ കൂടിയതല്ല, നിങ്ങളുടെ ലെവൽ ഉയർന്നു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു.
ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഒരു മനുഷ്യൻ നമ്മളോടൊപ്പം, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ചിന്തയും നിങ്ങളുടെ ചിന്തയും ഒന്നാകുമ്പോഴാണ് നമുക്കൊരു ഹാർമണി ഉണ്ടാവുന്നത് എന്നുള്ളത്. ആ ഹാർമണി എൻ്റെ സിനിമകളിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നത്. കാഴ്ചക്കാർക്കുള്ള ഒരു വലിയ അപ്രീസിയേഷൻ ആണ്. കാഴ്ചക്കാർ ഞാൻ ഒരിക്കലും ഓഡിയനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരാളല്ല. എന്നേക്കാൾ അറിവും എന്നേക്കാൾ വലിയ തോതിലുള്ള താല്പര്യങ്ങളും എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വകതിരിവുമുള്ള ആൾക്കാരാണ് ഓഡിയൻസ്. ഇപ്പോഴത്തെ സിനിമകളിൽ ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയാലും അല്ലെങ്കിൽ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന കഥ, അതിനെയൊക്കെ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കാലത്ത് വെച്ച് നോക്കുമ്പോൾ പക്ഷെ ഒരു വിഭാഗം അതേ സമയം തന്നെ പറയുന്നുണ്ട് സിനിമ ഒരിക്കലും ഒരാളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പോൾ സാറിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഇപ്പോൾ തരപ്പ, ഒഴിമുറി, അങ്ങനെ എല്ലാം, കുപ്രസിദ്ധ പയ്യൻ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. ഇത് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനോട് ഞാൻ അങ്ങനെ കരുതുന്നില്ല. നമ്മൾ വായിക്കുന്ന ഒരു കഥ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യം സംസാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇത് കേൾക്കട്ടെ, അവർ കേൾക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും തോട്ട് പ്രോസസ്സ് ഉണ്ടാവട്ടെ എന്ന് പറയുന്നുണ്ട്. അല്ലാതെ വെറുതെ ഈ വായുവിലേക്ക് നമ്മൾ വർത്തമാനം പറഞ്ഞു പോലെ അങ്ങനെയായ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ സകല മനുഷ്യരും ഈ പ്രസംഗിക്കുന്നതും വർത്തമാനം പറയുന്നതും എഴുതുന്നതും വായിക്കുന്നതുമൊക്കെ മറ്റൊരാളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഇതുതന്നെയാണ് നാടകം ചെയ്തപ്പോഴും, ഇതുതന്നെയാണ് സിനിമ ചെയ്യുമ്പോഴും, ഇതുതന്നെയാണ് കഥ എഴുതുമ്പോഴും, സകല ആർട്ട് ഫോമുകളിലും ഈ എലിമെൻ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് അപ്പോൾ ആ രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ വെവ്വേറെ രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ വരുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇപ്പം പലപ്പോഴും പറയും എന്നെ ഞാൻ മോശമായിട്ട് പറയുന്നു, നിങ്ങളെ ഞാൻ മോശമായിട്ട് പറയുന്നു. അപ്പം ഒരു പെൺകുട്ടിയെ ഞാൻ മോശമായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടിക്കെതിരെ അപ്പം അങ്ങനെ മോശമായി പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന സാധനം വരും. നമ്മുടെ നാട്ടിൽ സിനിമയിൽ അത് ശരിയല്ല എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമ മാത്രമായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ല, സകല സ്ഥലങ്ങളിലും ഇതുണ്ട്, സകല ജീവിതങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇത് നിർത്താനോ അവസാനിപ്പിക്കാനോ പറ്റില്ല. അപ്പം നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണ്, എല്ലാ മനുഷ്യരും അപ്പോൾ അവിടെയും അതിലൂടെയും ഇത് നമ്മൾ പറയും, അതിലൂടെയും നമ്മളിത് കാണിക്കും, അതിലൂടെയും നമ്മൾ എഴുതും, അതിലൂടെയും നമ്മൾ ഇതിനെക്കുറിച്ച് വർത്തമാനം പറയും. അപ്പോൾ ഈ വർത്തമാനം പറയൽ തന്നെയാണ് ഒരർത്ഥത്തിൽ മനുഷ്യനെ നന്നാക്കി എടുക്കാൻ അല്ലെങ്കിൽ മനുഷ്യന് വേറെ തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നടന്നില്ല, ഇത്രയും കാലത്ത് ഇപ്പോഴും നമ്മൾ ഇതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവം ഓരോ ആളും വളരുന്നതിനനുസരിച്ച് വ്യത്യാസമുണ്ടാകുന്നു. ഇന്നലെ വരെ വളർന്ന ആളല്ല നാളേക്ക് പോകുന്നത്, അയാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി മാറും. പക്ഷേ ഇതിന് താഴെ ഒരുപാട് കുട്ടികൾ വളർന്നു വരുന്നുണ്ട്, അവരും വളർന്നു വരുവാണല്ലോ, അവരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പറയും, ഞാൻ അതിനകത്തൊരു കാര്യം, എൻ്റെ ഒരു 15-ാമത്തെ വയസ്സിലാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഉള്ള കുട്ടികൾ ഞാൻ പറഞ്ഞു, ഒരു വയസ്സായുള്ള എൻ്റെ മകളുടെ കൊച്ചുമോള് അവൾ പാട്ട് ഇന്ന പാട്ടാണെന്ന് പറയാൻ അവർക്ക് വിഷ്വൽ കണ്ട് അവർ സ്ക്രോൾ ചെയ്തിട്ട് അത് കണ്ടെത്തുന്നുണ്ട്. എൻ്റെ കാലത്ത് അതുണ്ടായിട്ടില്ല, നിന്റെ കാലത്തും അതുണ്ടായിട്ടില്ല. അപ്പം ആ കുട്ടികളുമായിട്ടാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. അപ്പം അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകും. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ വേറെ വേറെ വഴികളിലൂടെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും എല്ലാ ആർട്ട് ഫോമുകളിലും ഈ പറയുന്ന ഒരു നല്ലതും ചീത്തയുണ്ട്. ആ നല്ലതും ചീത്തയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നല്ലത് എടുക്കാൻ പറ്റുന്നവരെ അവർക്ക് എടുക്കട്ടെ. ഇപ്പം ഞാൻ പഴയ പണ്ടത്തെ കാര്യം എന്നെ തല്ലണ്ടമാവും ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അത് സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളത്. കാരണം സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ ശരിക്കും സകല മനുഷ്യരെയും ചീത്ത വിളിക്കാൻ കിട്ടുന്ന, കാരണം മുഖമില്ലാതെ ചീത്ത വിളിക്കാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്.
അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ആളെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഞാൻ എനിക്കതല്ല ഇപ്പൊ ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് കാരണം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമ ജീവിതത്തിൽ ആ സിനിമ നമ്മളെ പല കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. ആ അന്വേഷിക്കുന്നത് കണ്ടെത്തുക തന്നെ ചെയ്യും. കാരണം ഈ കഥയിലെ ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. ഈ കഥ നമ്മളോട് പറയുന്നത് മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ആ അന്വേഷിച്ചത് കണ്ടെത്താനുള്ള നമ്മുടെ ഒരു എനർജി ഉണ്ടല്ലോ, അത് സിനിമകളിലൂടെ തന്നെ സാധിക്കുള്ളൂ. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഞാൻ എപ്പോഴും പറയും, സിനിമ ഒരു കളക്റ്റീവ് ആർട്ട് ഫോമാണ്. നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അതൊരു വലിയ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, ആ സിനിമ തിയേറ്ററിലേക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. തിയേറ്റർ എന്ന് പറയുന്ന ആ വലിയ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ സംവിധായകനും ഇതിന്റെ നിർമ്മാതാവും ഇതിന്റെ ആക്ടേഴ്സും ഒക്കെ ആലോചിക്കുന്നത്. അവർ കാണുന്നത് ആ വലുപ്പത്തിലാണ് ആ സിനിമയെ കാണുന്നത്. അത് ആ വലുപ്പത്തിൽ തന്നെ കാണുമ്പോഴാണ് ആ സിനിമയ്ക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്തുള്ള, ഇപ്പം ഞാൻ ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് സന്തോഷം, ഗൗതം ഇതിനകത്ത് എൻ്റെ പല സീക്വൻസുകളും നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, രാത്രി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ രാത്രി ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും മൊബൈലിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. ആ രാത്രി കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ അതുപോലെ ഒരു ഡയറക്ടർ, ഒരു ക്യാമറാമാൻ, ഒരു ആക്ടർ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിലൊക്കെയുള്ള ചില സീക്വൻസുകൾ ചെയ്തിട്ടുണ്ട്. അത് ആ സിനിമയിൽ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സിനിമ എപ്പോഴും തിയേറ്ററിൽ കാണുമ്പോഴാണ്, തിയേറ്ററിലേക്ക് വേണ്ടിയാണ് സിനിമ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൾച്ചറൽ വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ ചെയർമാനായിട്ടാണ്. ഏകദേശം 24,000-ഓളം ആൾക്കാർ നമ്മൾ ഈ ബോർഡ് സഹായിക്കുന്നുണ്ട്. പെൻഷൻ കൊടുത്തും ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സും ഒക്കെ ആയിട്ട്. ഏകദേശം 37,000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. അവരെയൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് പല രീതിയിൽ. അപ്പം ഈ നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ ഈ ആൾക്കാരെ കൂടി നിങ്ങൾ സഹായിക്കുന്നുണ്ട്. കാരണം ഒരു ടിക്കറ്റിൻ്റെ പുറത്ത് കിട്ടുന്ന ഒരു 3 രൂപ സെസ് ഉണ്ട്. ആ സെസ്സിലൂടെ നിങ്ങൾ എത്രയും ആൾക്കാരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം സിനിമ കാണുന്നത് വെറുതെ ഒരു സിനിമ കാണൽ മാത്രമല്ല, അതൊരു വലിയ സർവീസ് കൂടിയാണ്, ഒരു ചാരിറ്റബിൾ സർവീസ് കൂടിയാണ്. കാരണം അത് കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു സിനിമ കൊണ്ട് ഗുണമുണ്ടാകുന്നുണ്ടെന്ന് ചോദിച്ചാൽ, സിനിമ കൊണ്ട് നന്മയുണ്ടാകുന്നുണ്ട്, ആ നന്മയുടെ ഹൈറ്റും ഉണ്ടാകുന്നുണ്ടെന്നേ പറ്റും. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂടുതൽ പ്രാവശ്യം ആ സിനിമ കാണും, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ കാണില്ലായിരിക്കും, വിട്ടേക്കും, ഒഴിവാക്കും. പക്ഷേ വേറെ സിനിമ വരുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും നിങ്ങൾ കാണും. എപ്പോഴും അങ്ങനെ തന്നെ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൂടെ കാണുന്നത്. പക്ഷേ ആ ഇഷ്ടത്തിനൊപ്പം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നത് ഒരു സർവീസാണ്. അത് ഏകദേശം ഞാൻ എൻ്റെ ഒരു ഫീൽഡിൽ ഇപ്പോൾ കൾച്ചറൽ വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ ചെയർമാൻ ആയിട്ട് നിൽക്കുമ്പോൾ എന്നോട് ഇടപഴകുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നത് ഈ ഒരു പെൻഷൻ കിട്ടുന്നതിനകത്ത് അവർ വലിയ തോതിൽ കാത്തിരിപ്പുണ്ട്. ആ പെൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ, കാരണം ഗവൺമെന്റിന്റെ എയ്ഡ് അല്ല ഇത് ശരിക്കും പബ്ലിക് ആണ് ചെയ്യുന്നത്, ഗവൺമെന്റിന്റെ വരുമാനത്തിൽ നിന്നല്ല. ഈ നിങ്ങൾ കാണുന്ന സിനിമയെ കാണുമ്പോൾ കിട്ടുന്ന 3 രൂപ സെസ്സാണ് ഈ സ്ഥാപനത്തിന്റെ വരുമാനം. അതുകൂടി ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും അറിയാം. അതുകൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോഴാണ് ആ സിനിമ മാത്രമല്ല ജനങ്ങൾക്ക് കൂടി സഹായമാകുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായും, മാത്രമല്ല അത് ആ സിനിമ കാണാൻ വേണ്ടിയാണ്, തിയേറ്ററിലേക്ക് വേണ്ടിയാണ് അത് നിർമ്മിക്കുന്നത് പോലും. അപ്പം അന്വേഷിക്കും കണ്ടെത്തും എന്ന സിനിമ, ഇപ്പൊ ഈ ഒരു സാധനം ഞാൻ പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന സന്തോഷം ആ സിനിമയുടെ പാർട്ടായിട്ട് നിന്നുകൊണ്ട് എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ആ സിനിമ ഡാർവിന്റെയും ജിനുവിന്റെയും ടോവിനോയുടെയും ഡോൾവിയുടെയും ഒക്കെ ഒരു മനസ്സ് ഒന്നിൽ ഫോക്കസ് ചെയ്യപ്പെടുകയാണ്. ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഫോക്കസ് ചെയ്ത സാധനമാണ് സിനിമയായി മാറുന്നത് എന്നുള്ളത്. അതിനകത്ത് ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഇത്രയും പേര് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കളക്റ്റീവ്നെസ് ഉണ്ട്. അത് അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണും. ഓക്കെ, ഞാൻ അന്വേഷിച്ചു വന്നത് മുതൽ കൂടുതലും സാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും നേരം കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് സാറിന് പിള്ളേരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഇനിയും നല്ല നല്ല സിനിമയുടെ ഭാഗമായിട്ടും സാർ സംവിധാനം ചെയ്യട്ടെ, അടിപൊളി സിനിമകൾ സംവിധാനം ചെയ്യട്ടെ. അതിന്റെ ഭാഗമായിട്ടൊക്കെ സാറിന് വീണ്ടും ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. സാറും നല്ല നല്ല നമുക്ക് ഒരുമിച്ച് കാണാനും ഒരുമിച്ച് നിൽക്കാനും ഒക്കെ പറ്റുന്നത് ഈ എൻ്റെ ഏറ്റവും വലിയ കാര്യം സിനിമ എന്ന മീഡിയയാണ്. ആ സിനിമ അതിന്റെ എല്ലാ അർത്ഥത്തിലും സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നല്ല നല്ല സിനിമകൾ സാറിനെ കാണാൻ പറ്റട്ടെ.
താങ്ക് യു സർ.